ദൈവത്തിന് സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അല്പകാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു അവരോട് രൂപം പറഞ്ഞത്. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോടെ അറിയിക്കത്രേ വേണ്ടത്. നമ്മളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് മടുത്തു പോകരുത്, എപ്പോഴും പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലുള്ള ദൈവവചനത്തിൽ നിന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ എല്ലാവരും ഓർപ്പിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം മടുത്തു പോകരുത്. സഹോദര, താങ്കൾക്ക് മടുപ്പുണ്ട്. സഹോദരി, താങ്കൾക്ക് മടുപ്പുണ്ട്. പിതാവേ, മാതാവേ, കുഞ്ഞുങ്ങളെ, താങ്കൾ മടുത്തു പോയിട്ടുണ്ട്. കാരണം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് പ്രതീക്ഷിച്ച പോലെ മറുപടി കണ്ടിട്ടില്ല. നിരാശപ്പെടരുത്. കർത്താവ് പറയുന്നു, നടക്കും, സാധിക്കും, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും ഏത് വിഷയം വന്നാലും ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ അപേക്ഷയായിട്ട് ദൈവത്തെ അറിയിക്കുക. വാങ്ങിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് അറിയിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് വീണ്ടും ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ്ലീഹായുടെ ഒരു പ്രാർത്ഥനയുടെ മറുപടിയെക്കുറിച്ച് ദൈവം എന്തു ചെയ്തു എന്നാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായത്തിലാണ് ആ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത്. 1-ാം അധ്യായം 8-മുള്ള വാക്യങ്ങൾ. റോമിലെ വിശ്വാസികൾ കത്തെഴുതുമ്പോൾ അദ്ദേഹം എഴുതുകയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തും കൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ദൈവത്തെ സാക്ഷി നിർത്തി അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വരാൻ ഒരു സാഹചര്യം ഒരുക്കി തരുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. റോമിലെ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ പോകുവാൻ പൗലോസ്ലീഹ ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ റോമിൽ നല്ലൊരു സഭയുണ്ട്. പൗലോസ്ലീഹ ആ സഭയിൽ ഇത് എഴുതുന്ന സമയത്ത് പോയിട്ടില്ല എന്ന് വേദശാസ്ത്രത്തിൽ അഭിപ്രായപ്പെടുന്നു. ദൈവത്തിന് വിളിയുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ അയച്ച സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി 3 മിഷണറി യാത്ര താൻ പൂർത്തീകരിച്ചു. 4-ാമത്തെ മിഷണറി യാത്ര റോമിലൂടെ ചെന്ന് സ്പെയിനിലേക്ക് പോകുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. റോമിലെ വിശ്വാസികൾ കത്തെഴുതുമ്പോൾ ഈ കാര്യം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. റോമാലേഖനം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം, ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ പ്ലാന് 4-ാമത്തെ മിഷണറി യാത്ര സ്പെയിനിലേക്ക് പോകണമെന്നും പോകുന്ന വഴി റോമിൽ ചെന്ന് വിശ്വാസികളെ ദൈവമക്കളെ കണ്ട് സന്തോഷിച്ച് പോകണമെന്ന് ആഗ്രഹിച്ച് 3-ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് താൻ ജെറുസലേമിലേക്ക് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ പ്രവർത്തനത്തെക്കുറിച്ച് 20-ാം അധ്യായത്തിലെ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ വായിക്കുമ്പോൾ എഫെസോസിലായിരുന്നു 3-ാമത്തെ മിഷണറി യാത്ര പ്രവർത്തനം പ്രധാനമായിട്ട് നടത്തിയത്. അത് 19-ാം അധ്യായത്തിലാണ്. അതിനുശേഷം താൻ ഫിലിപ്പിയിൽ വന്നു. അവിടുന്ന് കൊരിന്തിൽ വന്നു, യവനദേശത്ത് വന്ന് 3 മാസം താമസിച്ചു. അവിടെ വെച്ചാണ് താൻ ഈ കത്തെഴുതിയതെന്നാണ് തിരുവനന്തപുരം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അവിടെ നിന്ന് താൻ പുറപ്പെട്ട് യെരുശലേമിൽ ചെന്ന്, കാരണം ആ കാലഘട്ടങ്ങളിൽ ദരിദ്രന്മാരെ ഓർക്കണമെന്ന് മറ്റ് അപ്പോസ്തലന്മാർ അപ്പോസ്തലനോടും ബർന്നബാസിനോടും ശീലാസിനോടൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് കളക്ട് ചെയ്ത് അതുകൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം എന്ന് പറഞ്ഞാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത്.
അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു താല്പര്യമായിരുന്നു റോമിൽ പോകണം, അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പൗലോസ്ലീഹ യെരുശലേമിൽ ചെന്നപ്പോൾ താൻ ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. പ്രവർത്തന 21 അധ്യായം 17 വാക്യത്തിലാണ് യെരുശലേമിലെത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അങ്ങനെ താൻ യെരുശലേമിലെത്തി. എന്നാൽ നമ്മൾ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പഠിക്കുമ്പോൾ താൻ ചെയ്യാത്ത കുറ്റത്തിനെ തന്നെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, തന്നെ കൊല്ലുവാനുള്ള പദ്ധതികൾ ഒക്കെ ക്രമീകരിച്ചു. ന്യായാധിപ സംഘത്തിന് മുമ്പിൽ പൗലോസ്ലീഹയെ വിസ്തരിക്കുമ്പോൾ പ്രവർത്തന 23 അധ്യായം 10 വാക്യം, അങ്ങനെ വലിയ ഇടച്ചിൽ ആയതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ച് പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകാൻ കൽപ്പിച്ചു. നോക്കുക, പിച്ചിച്ചേന്തുവാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ സഹസ്രാധിപൻ, പട്ടാളത്തിൻ്റെ ഉന്നതനായ ഓഫീസർ, ആ സംസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന പട്ടാള വകുപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്ന സഹസ്രാധിപൻ വന്ന് തന്നെ രക്ഷിച്ചു. കോട്ടയിൽ, ജയിൽ പോലുള്ള സ്ഥലത്തെ കൊണ്ടുവന്ന് തന്നെ പാർപ്പിച്ചു. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ വലിയ നിരാശ മാനുഷികമായ നിലയിൽ ഉണ്ടായി. കാരണം തൻ്റെ ഹൃദയത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു റോമിൽ പോകണമെന്നും അവിടെയുള്ള വിശുദ്ധന്മാരെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ച് താൻ കത്തെഴുതി അയച്ചതാണ്. അവർ തന്നെ കാത്തിരിക്കുകയാണ്. അപ്പം ആഗ്രഹമൊന്നും ഇനി സാധിക്കുകയില്ല. ചെയ്യാത്ത കുറ്റത്തിന് പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്, വലിയ കേസുണ്ടാക്കിയിരിക്കുകയാണ്. രാജ്യദ്രോഹ കുറ്റമാണ് തൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. കാരണം വർഗീയ കലാപം അഴിച്ചുവിടുവാൻ വേണ്ടി യഹൂദന്മാരുടെ ദേവാലയത്തിൽ വിദേശത്തുള്ള ഒരു ജാതീയനായ മനുഷ്യനെ കൊണ്ടുവന്ന് യഹൂദ ദേവാലയം അശുദ്ധമാക്കി തീണ്ടിച്ചു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കലാപമുണ്ടാക്കി, വലിയ ബഹളമുണ്ടാക്കി. അതിൻ്റെ മുഴുവൻ കുറ്റം പൗലോസിൻ്റെ മേൽ ചുമത്തി. സത്യത്തിൽ പൗലോസ്ലീഹ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ദേവാലയത്തിന് പുറത്ത് വെച്ച് ജാതീയനായ ഒരു മനുഷ്യനുമായിട്ട് നിൽക്കുന്നത് കണ്ട ആളുകൾ പൗലോസ്ലീഹ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ വന്നപ്പോൾ അവർ തെറ്റിദ്ധരിച്ച് വിളിച്ചു കൂകിയതാണ്. അത് ജനമെല്ലാം ഏറ്റെടുത്ത് വലിയ കലാപമായി, വലിയ വർഗീയ കലാപത്തിലേക്ക് നീക്കുവാനുള്ള ശ്രമമാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ അവിടെയുള്ള യഹൂദന്മാരുടെ ആ പരിശ്രമം, അത് മുഖാന്തരം പൗലോസ്ലീഹ രാജ്യദ്രോഹ കുറ്റം ചുമത്തി എന്ന് പറഞ്ഞ് വിചാരണ തടവുകാരനായി ജയിലിലടച്ചു. ജയിലിൽ കിടക്കുമ്പോൾ അന്നു രാത്രിയിൽ ദൈവം പൗലോസിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. പ്രവർത്തന പുസ്തകം 23 അധ്യായം 11 വാക്യം, രാത്രിയിൽ കർത്താവ് പൗലോസിൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അറിയിച്ചു. നോക്കുക, വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിരാശനായി ജയിലിൽ കിടക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന്, കർത്താവ് ഇറങ്ങി വന്ന് പറയുകയാണ്, നീ നിരാശപ്പെടണ്ട, യെരുശലേമിൽ എന്നെക്കുറിച്ച് എങ്ങനെ സാക്ഷീകരിച്ചോ അതുപോലെ തന്നെ നീ റോമിലും സാക്ഷീകരിക്കും. ഇന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നമ്മുടെ സാഹചര്യം ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. ദൈവം രാത്രിയിൽ ഇത് പറഞ്ഞു, ധൈര്യപ്പെടുത്തി. എന്നാൽ പ്രഭാതയാമമായപ്പോൾ ഇതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. 23 വാക്യം, നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം
പേറായിരുന്നു. അപ്പോൾ ദൈവം തന്നെ റോമിൽ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കുവാൻ കഴിയാത്ത വിധത്തിൽ തന്നെ തകർക്കുവാൻ ഒരാളല്ല 40 പേർ ചാവേർപ്പടകളാകുവാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം പൗലോസ് അപ്പോസ്തലൻ്റെ കേസ് വീണ്ടും ചോദ്യം ചെയ്യുവാൻ വേണ്ടി ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ചാടി വീണ് പൗലോസ് അപ്പോസ്തലനെ വലിച്ചു കീറി കൊല്ലണം എന്ന് ശപഥം ചെയ്ത് തിന്നത്തില്ല, കുടിക്കത്തില്ല, പൗലോസ് അപ്പോസ്തലനെ കൊല്ലുന്നത് വരെ തിന്നുകയില്ല, കുടിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്ത 40-ലധികം പേർ അവിടെയുണ്ട്. നോക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറാതിരിക്കുവാൻ ശത്രുവാകുന്ന പിശാച് അവൻ്റെ മുഴുവൻ ബലത്തോടും കൂടെ നമുക്കെതിരെ പോരാടിയെന്നിരിക്കും. പക്ഷെ നമ്മൾ ഭയപ്പെടരുത്. ദൈവം എന്തു പറഞ്ഞോ ദൈവം അത് സാധിപ്പിക്കും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ പെങ്ങളുടെ മകനും യഹൂദനായതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ വന്ന ഈ കാര്യം മനസ്സിലാക്കി പൗലോസ് അപ്പോസ്തലനെ ശതാധിപനോട് അറിയിച്ചിട്ട് ഈ വിവരം സഹസ്രാധിപനെ അറിയിക്കാൻ പറഞ്ഞ് സഹസ്രാധിപനെ അറിയിച്ചപ്പോൾ സഹസ്രാധിപൻ 23-ാം അധ്യായം 20-ാമത്തെ വാക്യം, അതിന് പൗലോസിൻ്റെ സഹോദരൻ്റെ മകൻ യഹൂദന്മാർ പൗലോസിനെക്കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ച് പോകരുത്. അവന് 40-ലധികം പേർ അവനെ ഒടുക്കിക്കളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം കിട്ടുമെന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, വിവരം അറിയിച്ചപ്പോൾ സഹസ്രാധിപൻ പറയാൻ, നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ചു. യൗവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാരെ 2 പേരെ വരുത്തി, ഈ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസരയ്ക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചവരെയും 200 കുന്തക്കാരെയും ഒരുക്കുവീൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീനെന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി. അങ്ങനെ പൗലോസിനെ രാജ്ഞനാമാനം ഇവിടെ നിന്ന് കൈസരയിൽ ഫെലിക്സിൻ്റെ ആസ്ഥാനമുള്ള സ്ഥലത്തേക്ക് മാറ്റി. ഈ യഹൂദന്മാരറിയാം. നമുക്ക് ഒടുക്കിക്കളയുവാൻ അവർ ശപഥം ചെയ്തു. എന്നാൽ അവർ പോലും അറിയാതെ അവിടുന്ന് മാറ്റി. ഫെലിക്സിൻ്റെ മുമ്പിൽ വിസ്താരം വന്നു. 24-ാം അധ്യായത്തിൽ ഫെലിക്സിൻ്റെ മുമ്പിൽ വിസ്താരം വന്നു. ഫെലിക്സ് വലിയ കൈക്കൂലിക്കാരനായിരുന്നു. 24-ാം അധ്യായം 26-27 വാക്യങ്ങൾ, പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു വന്നു. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി ഫെസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി. നോക്കുക, അദ്ദേഹം വളരെ കൈക്കൂലിക്ക് വേണ്ടി കാത്തിരുന്നു, പണം കൊടുത്തില്ല. അതുകൊണ്ട് യഹൂദന്മാരുടെ പ്രീതി ലഭിക്കാൻ വേണ്ടി ആ കേസ് എടുക്കാതെ അദ്ദേഹം അടുത്ത ഗവർണർക്ക് അധികാരം കൈമാറി. ഫെസ്തോസ് വന്നപ്പോൾ യഹൂദന്മാർ വീണ്ടും പഴയതുപോലെ തന്നെ 25-ാം അധ്യായത്തിൽ രഹസ്യമായി അന്വേഷിക്കാൻ വേണ്ടി കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ചാടി വീണ് കൊല്ലുവാനുള്ള പതിയിരിപ്പുകാർ ശ്രമം നടത്തി. 25-ാം അധ്യായം 3 വാക്യങ്ങൾ, ദയചെയ്ത് അവനെ യെരൂശലേമിലേക്ക് വരുത്തണമെന്ന് അവർ പൗലോസിനെ പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു. വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളയുവാൻ ഒരു പതിയിരിപ്പുകാരൻ വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളയുവാൻ അവർ ഒരു പതിയിരിപ്പ് നിർത്തി. നോക്കുക, വീണ്ടും പൗലോസിനെ ഒടുക്കിക്കളയുവാൻ ശ്രമം നടന്നു. അതും പരാജയപ്പെട്ടു. അവസാനം റോമാ സാമ്രാജ്യത്തിൻ്റെ അധിപതി കൈസരാണ്. കൈസരെ പൗലോസ് അപ്പോസ്തലൻ അഭയം ചൊല്ലി. 25-ാം അധ്യായം 9-10 വാക്യം, എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട് യെരൂശലേമിലേക്ക് ചെന്ന് അവിടെ എൻ്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ്, ഞാൻ കൈസറുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകും.
സുപ്രീം കോടതിയിലേക്ക് തൻ്റെ കേസ് വിടണമെന്ന് താൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് രാജാവാണ് ജഡ്ജി, കൈസരാണ് ജഡ്ജി. അദ്ദേഹം റോമിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. റോമിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ 27-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് പട്ടാളക്കാർ റോമിലേക്ക് പോവുകയാണ്. റോമിലേക്ക് പോകുമ്പോൾ അവർ യാത്ര ചെയ്യുന്ന കപ്പലിന് നേരെ വലിയൊരു കൊടുങ്കാറ്റടിച്ചു. 27-ാം അധ്യായം 14-ാമത്തെ വാക്യം. കുറേ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലം എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. പിന്നീട് താഴോട്ട് വായിക്കുന്നത് 18-ാം വാക്യം. ഞങ്ങൾ കൊടുങ്കാറ്റിന് അത്യന്തം അലയുകൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കയ്യാൽ കപ്പൽ കോപ്പും കടലിട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും മറ്റുപോയി. നോക്കുക, ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, കപ്പൽ കൈവിട്ട് പാറിപ്പോയി. ലൂക്കോസ് ആണ് ഈ പ്രവർത്തന പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഈ കപ്പലിനകത്തുണ്ട്. അദ്ദേഹം പറയുകയാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം ഞങ്ങൾക്കറ്റുപോയി. അതിൽ യാത്ര ചെയ്യുന്ന 276 ആളുകളുണ്ട്. അവരുടെ മുഴുവൻ ആശയും പ്രതീക്ഷയും തീർന്നു. വലിയ സമുദ്രത്തിൽ ഈ കപ്പൽ മുങ്ങി താണു പോകുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുകയാണ്. രക്ഷപ്പെടുന്നുള്ള എല്ലാ ആശയും അറ്റുപോയി. വലിയ കാർമേഘമാണ്. സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല, ദിക്കറിയേയില്ല, ഒരു തരി വെളിച്ചം പോലും ഇല്ല. 14 ദിവസം വട്ടം കറങ്ങി ഈ കപ്പൽ ഈ കടലിൻ്റെ നടുവിലായിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവം പറഞ്ഞു, നീ ജെറുസലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിലും സാക്ഷീകരിക്കുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ശത്രുവാകുന്ന പിശാച് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറാതിരിക്കാൻ അതിശക്തമായി പോരാടി. ദൈവം ഇറങ്ങി വന്ന് അതിന് പരിഹാരം നടത്തി. അതിനുശേഷം ഗവർണർമാരുടെ പൗലോസിനെ തകർക്കത്തക്ക വിധത്തിലുള്ള പദ്ധതികൾ സാത്താൻ ക്രമീകരിച്ചു. അവിടെയും പരാജയപ്പെട്ടു. ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്രകാരം റോമിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കടലിൽ തകർക്കുവാനായിട്ടുള്ള ശ്രമം നടന്നു. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. രക്ഷപ്പെടുവാൻ ഇനി ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞ് എഴുതിത്തള്ളി. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു. 27-ാം അധ്യായം 23 വാക്യങ്ങൾ. എല്ലാവരും നിരാശരായിരിക്കുമ്പോൾ അവരെല്ലാം ഒന്നിച്ചു കൂട്ടി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയാണ്, എൻ്റെ കൂടെയവനും ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവത്തിൻ്റെ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ, എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. നോക്കുക, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും കാണുവാൻ കഴിയാതെ ഇരുട്ടിൻ്റെ നടുവിൽ കൂടെ മൊട്ടം കറങ്ങി ഏതു സമയവും ഈ വലിയ കടലിൽ മുങ്ങി താണു പോകുമെന്ന് ചിന്തിച്ച സന്ദർഭത്തിൽ ദൈവം തന്നെ ദൂതനെ അയച്ച് പൗലോസിനെ ധൈര്യപ്പെടുത്തി. പൗലോസേ ഭയപ്പെടരുത്, ഞാൻ എന്താണോ നിന്നോട് പറഞ്ഞത് അത് തന്നെ സംഭവിക്കും. നീ റോമിൽ ചെല്ലും, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. അദ്ദേഹം പറയും, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവത്തിൻ്റെ ദൂതൻ. പിതാവേ, മാതാവേ, സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒരു ഉടയവനുണ്ടോ? നിങ്ങൾ സേവിക്കുന്നൊരു ദൈവമുണ്ടോ? നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ആ ഉടയവനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ ഇന്ന് ബന്ധമുണ്ടാകണം. നിങ്ങൾ ഈ ദൈവത്തെ സേവിക്കുന്നില്ലെങ്കിൽ ഇന്ന് ഈ ദൈവത്തെ സേവിക്കണം. എങ്ങനെ ബന്ധപ്പെടുവാൻ കഴിയും? അതെ, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, താങ്കളെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെവനുമായി ബന്ധപ്പെടുത്തുവാൻ ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്
ദൈവത്തേക്ക് അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, സഹോദര താങ്കളുടെ കരം ദൈവത്തിൻ്റെ കരവുമായിട്ട് ബന്ധിപ്പിക്കുവാൻ, താങ്കളുടെ വിഷയങ്ങൾ ദൈവം പരിഹരിച്ചു തരുവാൻ, താങ്കളെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി തീർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് താങ്കൾക്ക് വേണ്ടിയാണ്, താങ്കളുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് താങ്കൾക്ക് ഈ ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആരെയും സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ ഒരു ജാതിയുടെ സൂര്യനല്ല, ഒരു മതത്തിൻ്റെ സൂര്യനല്ല, ഒരു സഭയുടെ സൂര്യനല്ല. സകല മനുഷ്യർക്കും വേണ്ടി വെളിച്ചം തരുവാൻ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഗോളമാണ് സൂര്യനെങ്കിൽ പൗലോസ്ലീഹ പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ജനത്തിങ്കൽ മാലാഖ വിളിച്ചു പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഏതെങ്കിലും മതത്തിനു വേണ്ടി യേശു ജനിച്ചെന്നല്ല ദൂതൻ പറഞ്ഞത്, സർവ്വജനത്തിനും വേണ്ടിയാണ് യേശു ജനിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഈ ദൈവവുമായി ബന്ധമില്ലെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിനെ നിങ്ങളെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മകനും മകളുമായി തീരും. ജാതിയും മതവും വർഗവും വർണ്ണ ഒന്നും വ്യത്യാസം ദൈവത്തിനില്ല. ആര് സ്വീകരിക്കുമോ അവരെ മക്കളാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പൗലോസ് അപ്പോസ്തലൻ ആ ഒരു ബന്ധമുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ദൈവം, എൻ്റെ ദൈവം ഈ രാത്രിയിൽ തൻ്റെ ദൂതനെ അയച്ച് എന്നോട് സംസാരിച്ചു. എത്ര കൊടുങ്കാറ്റടിച്ചാലും നീ പേടിക്കണ്ട, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. രണ്ടാമത്തെ കാര്യം, അതിപ്രധാനമായ കാര്യം, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ നടക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് മറുപടിയാകുകയില്ല. അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുന്നത്. ഓരോ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ദൈവം സാധിപ്പിച്ചു തരും. ആ വിശ്വാസത്തെ ചിലപ്പോൾ ദൈവം ടെസ്റ്റ് ചെയ്യും. 27-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങൾ ഒരുത്തൻ്റെ തലയിൽ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയമെന്ന് പറഞ്ഞു. ഒരുത്തൻ്റെ ഒരു രോമം പോലും താഴെ പോവുകയില്ല. ദൈവം എന്നോട് എന്ത് അരുളി ചെയ്തോ അതുപോലെ തന്നെ നടക്കും. നിങ്ങളിനി പേടിക്കണ്ട. റോമയിലെത്തിക്കാമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ റോമയിലെത്തിക്കും. അപ്പോൾ പരിശോധനാ ഘട്ടത്തിൽ നമ്മൾ പതറിപ്പോകരുത്. ആ വാക്കുകൾ ദൈവം അംഗീകരിച്ചു. 28-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളുടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. റോമയിലെത്തിച്ചു ദൈവം. മാത്രമല്ല 28-ാം അധ്യായം 29-30 വാക്യങ്ങൾ, പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു. യെരൂശലേമിൽ നീ എങ്ങനെ സാക്ഷീകരിച്ചോ അതുപോലെ തന്നെ റോമയിലും നീ സാക്ഷീകരിക്കുമെന്ന് ദൈവം പറഞ്ഞ കാര്യം ദൈവം നിവർത്തിച്ചു. എത്ര തടസ്സങ്ങൾ വരട്ടെ, എത്ര ഈശാന മൂലം കൊടുങ്കാറ്റ് ആഞ്ഞടിക്കട്ടെ, ആരെല്ലാം എതിരായി തീരട്ടെ, ദൈവം എന്തു പറഞ്ഞോ ദൈവം അത് നടത്തും. ദൈവം നമ്മളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ ഏത് മാരകരോഗമാണെങ്കിലും ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പ്രതികൂലമുണ്ടെങ്കിലും ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയും. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം നമ്മോട് പറഞ്ഞത് നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇന്ന് താങ്കൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുമെങ്കിൽ നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ സർവകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ തിരുവചനത്തിന് മുമ്പിൽ വിശ്വസിക്കുന്നു. ദൈവം ഞങ്ങളോട് എന്ത് അരുളി ചെയ്തിട്ടുണ്ടോ അത് നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വെന്നാണെന്ന് അവിടുത്തെ വചനം പറയുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങൾ അവകാശമാക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരെ ഓരോ മണ്ഡലങ്ങളിലെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം കൽപ്പിക്കണമേ, പൂർണ്ണ വിടുതൽ കൽപ്പിക്കണമേ. പൗലോസപ്പോസ്തലൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയെങ്കിൽ അതേ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ദൈവം കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായതൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമായതില്ല, എൻ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഇല്ല ഇല്ല അസാധ്യമായതില്ല, എൻ ദൈവത്താൽ അസാധ്യമൊന്നും